ഇന്ത്യയിലെ വാഹന വിപണിയിൽ ഏറ്റവും ഒടുവിലെത്തിയ കമ്പനിയാണ് ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ സിട്രോൺ. C5 എയർക്രോസ് എന്ന മിഡ് സൈസ് SUVയുമായി ഇന്ത്യയിൽ തുടക്കം കുറിച്ച ഈ വാഹനം കൂടുതൽ സെഗ്മെന്റുകളിലേക്ക് വ്യാപിക്കാനൊരുങ്ങുകയാണ്. ഇതിന്റെ ആദ്യ ചുവടുവെപ്പായി കോമ്പാക്ട് SUV ശ്രേണിയിൽ വരവിനൊരുങ്ങുന്ന C3 എന്ന മോഡൽ പ്രദർശനത്തിനെത്തി. അന്താരാഷ്ട്ര വിപണിയെ ലക്ഷ്യമാക്കിയാണ് ഈ മോഡൽ എത്തുന്നത്. 2022 ആദ്യ പകുതിയിലായിരിക്കും C3 പുറത്തിറക്കുകയെന്നാണ് വിവരം. കോമ്പാക്ട് SUV ശ്രേണിയിൽ എത്തുന്ന ഈ വാഹനം മറ്റു മോഡലുകളെ അപേക്ഷിച്ച് മികച്ച ഡ്രൈവിംഗ് അനുഭവം നൽകുമെന്നാണ് നിർമ്മാതാക്കൾ ഉറപ്പു നൽകുന്നത്. ഫീച്ചറുകളുടെ കാര്യത്തിലും ഈ വാഹനം എതിരാളികളെക്കാൾ മുന്നിലായിരിക്കുമെന്നാണ് സൂചന. സിട്രോൺ ആദ്യമായി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വാഹനമെന്ന ഖ്യാതിയിലായിരിക്കും C3 എത്തുകയെന്നാണ് റിപ്പോർട്ട്. പ്രാദേശികമായി നിർമ്മിച്ച കോമൺ മോഡുലാർ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കും C3 ഒരുങ്ങുകയെന്നാണ് വിവരം. ആഗോള വിപണിയിൽ എത്തിയിട്ടുള്ള C3ക്ക് സമാനമായ ഡിസൈനിലായിരിക്കും ഇന്ത്യൻ മോഡലും ഒരുങ്ങുന്നത്. C5ൽ നൽകിയിരിക്കുന്നതിന് സമാനമായ ഗ്രിൽ, ഷാർപ്പായുള്ള ഹെഡ്ലൈറ്റുകൾ, വലിയ എയർ ഡാം, സ്കിഡ് പ്ലേറ്റ് നൽകിയുള്ള ബമ്പർ, LED, DRL എന്നിവയാണ് ഈ വാഹനത്തിന്റെ മുൻവശം അലങ്കരിക്കുന്നത്. ശ്രേണിയിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നതിനായി ഫീച്ചർ സമ്പന്നമായിരിക്കും ഇന്റീരിയർ ഒരുങ്ങുകയെന്നാണ് റിപ്പോർട്ട്. ഇരട്ട നിറങ്ങളായിരിക്കും ഇന്റീരിയറിൽ. 10 ഇഞ്ച് വലിപ്പമുള്ള ടച്ച് സ്ക്രീൻ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം, ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ, തീർത്തും പുതിയ ഡിസൈനിൽ ഒരുങ്ങിയിട്ടുള്ള AC വെന്റുകൾ, യാത്രക്കാരെ കംഫർട്ടബിൾ ആക്കുന്ന സീറ്റുകൾ, ചിട്ടയായി ഒരുങ്ങിയിട്ടുള്ള ഡാഷ്ബോർഡ് എന്നിവയാണ് ഇന്റീരിയറിലെ മറ്റ് ഫീച്ചറുകൾ. ഈ വാഹനത്തിന്റെ മെക്കാനിക്കൽ ഫീച്ചറുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നിർമ്മാതാക്കൾ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിലായിരിക്കും ഈ വാഹനം എത്തുകയെന്നാണ് അഭ്യൂഹങ്ങൾ. ബ്രസീലിയൻ നിരത്തുകളിലെ C3യിൽ നൽകിയിട്ടുള്ളതിന് സമാനമായി 1.6 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനിലും ഈ വാഹനത്തെ പ്രതീക്ഷിക്കാമെന്നാണ് വിവരം. 5 സ്പീഡ് മാനുവൽ, ഡ്യുവൽ ക്ലച്ച് എന്നീ ട്രാൻസ്മിഷൻ ഓപ്ഷനുകളും ഇതിനുണ്ടാകും. മെയ്ഡ് ഫോർ ഇന്ത്യ എന്ന ഖ്യാതിയോടെ എത്തുന്ന C3 SUVക്ക് ഇന്ത്യയിലെ കോമ്പാക്ട് SUV ശ്രേണിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മോഡലിന് ഏകദേശം 7 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം വരെയായിരിക്കും മുടക്കേണ്ടി വരികയെന്നാണ് സൂചന.